ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मिलितं येन तस्मै श्रीगुरवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूपा कदा मह्यं ददाति स्वपदान्तिकं। वन्देऽहं श्रीगुरो श्रीयुधपदकमलं श्रीगुरून् वैष्णवांश्च श्रीरूपं सागरजातं सहगणरघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधा कृष्णपादान् सहगणललिता श्रीविशाखामितांश्च। हे कृष्णकरुणा सिन्धो दीनबन्धो जगत्पते गोपेशा गोपिका कान्ता राधा कान्ता नमोऽस्तुते। तप्तकाञ्चन गौराङ्गी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये। वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। नमो विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमते भक्तिवेदान्तस्वामिनिति नामिने। नमस्ते सरस्वते देवे गौरवाणी प्रचारिणे निर्विशेषशून्यवादी पाश्चात्यदेशतारिणे। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैता गदाधर श्रीवासादि गौरभक्तवृंद। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। मुगं करोति वाचालं पंगुं लङ्घयते गिरिं यत्कृपातमहं वन्दे श्रीगुरुदीनतारिणं परमानन्दमाधवं श्रीचैतन्यमीश्वरं। हरि ओम्। ഹരേ കൃഷ്ണ. എല്ലാ ഭക്തർക്കും വിനീതമായ പ്രണാമം. ശ്രീമദ് ഭാഗവതം പ്രഥമസ്കന്ധം അധ്യായം 2 ശ്ലോകം 6 വരെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. വളരെ പ്രധാനപ്പെട്ട ശ്ലോകമായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നോക്കിയത്. പരോധർമ്മം, പരമമായിട്ടുള്ള ധർമ്മം, എല്ലാ മനുഷ്യരുടെയും പരമമായിട്ടുള്ള ധർമ്മം എന്താണ് എന്നുള്ളത് നമ്മൾ പഠിച്ചു. ഇനി അതിൻ്റെ തുടർച്ചയാണ് നമ്മളിന്ന് കാണുന്നത്. അതേപോലെ തന്നെ നല്ലൊരു ശ്ലോകമാണ് ഇനി നമ്മളിന്ന് കാണാൻ പോകുന്നത്. ഓക്കെ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. ഓക്കെ. സോ ഭക്തി, ശുദ്ധഭക്തിയുടെ അല്ലെങ്കിൽ ഉത്തമ ഭക്തിയുടെ ഒരു ഡെഫിനിഷൻ കൂടിയാണ് നമ്മളിപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. സവൈ പുംസാം പരോധർമ്മം യഥോ ഭക്തി രഥോക്ഷജേ അഹൈതുകി അപ്രതിഹത. അപ്പോൾ അഹൈതുകി അപ്രതിഹത, ഇതാണ് പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ. ഭക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഉത്തമ ഭക്തി എന്ന് പറഞ്ഞാൽ അഹൈതുകമായിരിക്കണം, ഹേതുവില്ലാത്തത്, അല്ലെങ്കിൽ എന്തെങ്കിലും അതിൽ നിന്ന് പ്രതീക്ഷിക്കാത്ത, അല്ലെങ്കിൽ ഫലങ്ങൾ പ്രതീക്ഷിക്കാതെ, എന്തെങ്കിലും നേട്ടങ്ങൾ, പ്രോഫിറ്റ്. അപ്പോൾ പ്രോഫിറ്റ് പ്രതീക്ഷിച്ചുകൊണ്ട് ഭഗവാനെ അപ്രോച്ച് ചെയ്യുന്നത് ഉത്തമ ഭക്തി അല്ല. അഹൈതുകമായിരിക്കണം എന്ന് പറയുന്നു. സ്നേഹം കൊണ്ട്, ആ ഭഗവാനോടുള്ള സ്നേഹം മാത്രം. അപ്രതിഹത, അപ്രതിഹത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട്, നിരന്തരമായിട്ട്, വല്ലപ്പോഴും അല്ല, ഇതൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. അതാണ് ലക്ഷണങ്ങൾ ശുദ്ധഭക്തിയുടെ അല്ലെങ്കിൽ ഉത്തമ ഭക്തിയുടെ. അതിൻ്റെ തുടർച്ച 7ാമത്തെ ശ്ലോകം. വാസുദേവേ ഭഗവതി ഭക്തിയോഗ പ്രയോജിതഃ ജനയതി ആശു വൈരാഗ്യം ജ്ഞാനം ച യത് അഹൈതുകം. വാസുദേവേ ഭഗവതി ഭക്തിയോഗ പ്രയോജിതഃ ജനയതി ആശു വൈരാഗ്യം ജനയതി ആശു വൈരാഗ്യം ജ്ഞാനം ച യത് അഹൈതുകം. വാസുദേവേ ഭഗവതി
ഭക്തിയോഗപ്രയോജിതഃ ജനയതി ആശു വൈരാഗ്യം ജ്ഞാനം ച യത് അഹൈതുകം. ശ്ലോകം ആർക്കെങ്കിലും 3 പേർക്ക് വായിക്കാം. ഹരേ കൃഷ്ണ പ്രഭു. വാസുദേവേ ഭഗവതി ഭക്തിയോഗ പ്രയോജിത ജനയത്യാശു വൈരാഗ്യം ജ്ഞാനം ചായത ഹൈതുകം. ഹരേ കൃഷ്ണ. കൃഷ്ണ. യെസ്, വേറെ ആരെങ്കിലും? ഓക്കെ, ആരുമില്ലെങ്കിൽ ട്രാൻസ്ലേഷൻ. By rendering devotional service unto the Supreme Personality of Godhead, Sri Krishna, one immediately acquires costless knowledge and detachment from the world. Srila Prabhupadiൻ്റെ ട്രാൻസ്ലേഷനും പർപ്പോട്ടുമാണ്. പ്രഭുപാദ് കി ജായ്. Srila Prabhupada ഇവിടെ പറയുന്നു, ആക്ച്വലി ഭാഗവതം പറയുന്നു, ബൈ റെൻഡറിങ് ഡിവോഷണൽ സർവീസ് അൺ ടു ദ പേഴ്സണാലിറ്റി ഓഫ് ഗോഡ് ഹെഡ്. കഴിഞ്ഞ ശ്ലോകത്തിൻ്റെ ബാക്കി എന്ന് പറഞ്ഞത് ഇതുകൊണ്ടാണ്. കഴിഞ്ഞ ശ്ലോകത്തിൽ പരമമായിട്ടുള്ള ധർമ്മത്തെക്കുറിച്ച് പറയുന്നുണ്ട്, പരോധർമ്മം എന്നുള്ളത്, അല്ലേ? സോ ബൈ റെൻഡറിങ് ഡിവോഷണൽ സർവീസ് അൺ ടു ദ പേഴ്സണാലിറ്റി ഓഫ് ഗോഡ് ഹെഡ് ശ്രീ കൃഷ്ണ, ഭഗവാൻ കൃഷ്ണന് വേണ്ടി ചെയ്യുന്ന ഭക്തിയുത സേവനങ്ങൾ, വൺ ഇമ്മീഡിയറ്റ്ലി എക്വയർസ് കോസ്റ്റ്ലെസ് നോളജ് ആൻഡ് ഡിറ്റാച്ച്മെൻറ്റ്. സോ 2 എഫക്റ്റുകളാണ് പറയുന്നത്. ഭക്തിയുത സേവനങ്ങളിലൂടെ ഉണ്ടാവുന്ന 2 എഫക്റ്റുകൾ എന്തൊക്കെയാണ്? ഒന്ന്, കോസ്റ്റ്ലെസ് നോളജ്, അതായത് എല്ലാവിധ അറിവുകളും നമുക്ക് കിട്ടുന്നു. 2, ഡിറ്റാച്ച്മെൻറ്റ്. ഡിറ്റാച്ച്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈരാഗ്യം. ഈ ഭൗതിക ലോകത്തിലെ സുഖഭോഗങ്ങളിൽ നിന്നും അല്ലെങ്കിൽ ഇന്ദ്രിയ സുഖഭോഗങ്ങളിൽ നിന്നൊക്കെയുള്ള ഡിറ്റാച്ച്മെൻറ്റും വരുന്നു. നോളജും വരുന്നു, ഡിറ്റാച്ച്മെൻറ്റും വരുന്നു ഭക്തിയുത സേവനങ്ങളിലൂടെ. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലോ അതോ ഏതോ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതേപോലെ വേറൊരു ശ്ലോകം കൂടെ ഭാഗവതത്തിലെ 12ാമത്തെ സ്കന്ധത്തിലെ 12ാമത്തെ അധ്യായത്തിലെ ശ്ലോകം വരണം. അവിസ്മൃതി കൃഷ്ണപദാരവിന്ദയോ ക്ഷീണോതി അഭദ്രാണി ചഷം തനോതി സത്വസ്സ ശുദ്ധിം പരമാത്മഭക്തിം ജ്ഞാനം ച വൈരാഗ്യം ജ്ഞാനം ച വിജ്ഞാന വിരാഗയുക്തം. അവിടെയും ആക്ച്വലി ഭഗവാനെ ഓർക്കുകയാണെങ്കിൽ 7 എഫക്റ്റുകളാണ് പറയുന്നത്. 7 പോസിറ്റീവായിട്ടുള്ള 7 കാര്യങ്ങൾ നടക്കും. ഇവിടെ പറയുന്നു 2 കാര്യങ്ങൾ. ഇവിടെ 2 കാര്യങ്ങളാണ് പറയുന്നത്. എന്നാൽ ഇവിടെ പറഞ്ഞിട്ടുള്ള 2 കാര്യങ്ങളും ആ 7-ലുണ്ട്. അതായത് നോളജ് അല്ലെങ്കിൽ അറിവ്, ജ്ഞാനം, അതേപോലെ വൈരാഗ്യം. ഇത് 2ഉം അവിടെ വരുന്നുണ്ട്. ജ്ഞാനം ച വിജ്ഞാന വിരാഗയുക്തം. അവിടെ വിരാഗം എന്ന് പറയുന്നത് വൈരാഗ്യമാണ്. ജ്ഞാനം എന്ന് പറയുന്നത് ഇവിടെ പറയുന്ന ജ്ഞാനം തന്നെ. അഡീഷണലി അവിടെ പറയുന്നത് എന്താണ്? അവിസ്മൃതി കൃഷ്ണപദാരവിന്ദയോ ക്ഷീണോതി അഭദ്രാണി. അതായത് അമംഗളമായിട്ടുള്ളതെല്ലാം പോകുന്നു. ഷം തനോതി, അതായത് മംഗളകരമായിട്ടുള്ളതെല്ലാം വരുന്നു. സത്വസ്സ ശുദ്ധിം, നമ്മുടെ ഹൃദയം ശുദ്ധമാവുന്നു. പരമാത്മഭക്തിയും, പരിശുദ്ധമായ ഭക്തി നമുക്ക് കിട്ടുന്നു, ഭഗവാൻ തരുന്നു. ഭഗവാനെ ഓർത്തു കഴിഞ്ഞാലത്തെ ഗുണമാണ് പറയുന്നത്. കൂടെ ജ്ഞാനം, അതേപോലെ വിജ്ഞാനം, വൈരാഗ്യം. 3. അപ്പോൾ 7 കാര്യങ്ങൾ. ശ്രീല പ്രഭുപാദിൻ്റെ പർപ്പോട്ട് എന്ന് പറയുന്നത് നോക്കാം. Those who consider devotional service to the Supreme Personality, Supreme Lord Sri Krishna, to be something like material emotional affairs may argue that in the revealed scriptures, sacrifice, charity, austerity, knowledge, mystic powers, and similar other processes of transcendental realization are recommended. According to them, bhakti or devotional service to the Lord is meant for those who cannot perform the highest grade activities. ഇത് ചില ആളുകളുടെ കൺസെപ്ഷനെ കുറിച്ച് പറയുകയാണ്. ചില ആളുകൾ ധരിക്കുന്നത് എങ്ങനെയാണ്? അതായത് ഭക്തിയുത സേവനങ്ങളെന്ന് പറയുന്നത് ഒരു മെറ്റീരിയലായിട്ടുള്ള, ഒരു ഭൗതിക തലത്തിലുള്ള ഒരു ഇമോഷനാണെന്ന്, ഒരു ഇമോഷണൽ പരിപാടിയാണെന്ന്. അല്ലാതെ അതിൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, അതൊരു ഇമോഷണൽ ഒരു ഫീലിങ്സ് ആണെന്നാണ് പറയുന്നത്. അങ്ങനെ പറയുന്ന ആളുകളെ കുറിച്ചാണ് പറയുന്നത്. അത് ശരിയാണെന്നല്ല പറയുന്നത്, ശരിയായിട്ടുള്ളൊരു കാഴ്ചപ്പാടല്ല അത്. എന്നാൽ അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്. എന്നിട്ട് അവർ പറയും, ഈ പറയുന്ന ശാസ്ത്രങ്ങളിൽ പറയുന്ന കാര്യങ്ങളും അവിടെ പറയുന്ന ദാനമാവട്ടെ, യജ്ഞങ്ങളാവട്ടെ, തപസ്യകളാവട്ടെ, ഇതെല്ലാം
ഇതെല്ലാം ഒന്നാണെന്ന് പറയും. ഇതെല്ലാം ഒരേപോലെയാണ്, ഒന്നും തമ്മിൽ വ്യത്യാസമില്ല എന്നുള്ള രീതിയിൽ എല്ലാത്തിനെയും അവർ ഒരേപോലെ കാണുന്നു. എന്നാൽ ആക്ച്വലി അതല്ല ശരിയായിട്ടുള്ള കാഴ്ചപ്പാട്. ശരിയായിട്ട് മനസ്സിലാക്കുന്നത് അങ്ങനെയല്ല. അക്കോർഡിംഗ് ടു ദം, ഭക്തി ഓർ ഡിവോഷൻ സർവീസ് ഓഫ് ദ ലോർഡ് ഈസ് മെൻ ഫോർ ദോസ് ഹു കനോട്ട് പെർഫോം ദ ഹൈ ഗ്രേഡ് ആക്ടിവിറ്റീസ്. സോ അവർ പറയുന്നു ഈ ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ, ഒരു ഇമോഷണൽ സെൻറ്റിമെൻറ്റ്സിൻ്റെ ഒരു രീതിയിലാണ് ഭക്തി എന്ന് പറയുന്നത്. എന്നാൽ ശരിക്ക് പറയുകയാണെങ്കിൽ ഈ തപസ്യ ചെയ്യുന്നതും അല്ലെങ്കിൽ വലിയ വലിയ യജ്ഞങ്ങളൊക്കെ ചെയ്യുന്നതുമാണ്, അതാണ് ഹൈ ക്ലാസ് സംഭവം. അവർ പറയുന്നത് അങ്ങനെയാണ്. ആ അത്രയും കാര്യം യജ്ഞങ്ങൾ ചെയ്യാൻ കുറേ ആവശ്യങ്ങളുണ്ട്. കുറേ അറേഞ്ച്മെൻറ്റ്സ് വേണം. അതേപോലെ തന്നെ തപസ്യ ചെയ്യാനും കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഒരുപാട് ഓസ്റ്ററിറ്റീസ് എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. അപ്പോൾ അതൊക്കെ അവരെ സംബന്ധിച്ച് ഹൈ ഗ്രേഡ് കാര്യങ്ങളാണെന്ന് അവർ പറയുന്നു. ഭക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സിമ്പിളായിട്ടുള്ളൊരു കാര്യമില്ല. ഇന്ന് നാമം ജപിക്കുന്നു, കീർത്തനം ചൊല്ലുന്നു, അതെന്താണ്, അതിലെന്താണ് ഒരു ത്രില്ലുള്ളത് എന്നാണ് അവർ പറയുക. ജനറലി it is said that the bhakti cult is meant for Shudras, Vaishyas and less intelligent women class. But that is not the actual fact. Bhakti cult is the topmost of all transcendental services. And therefore it is simultaneously sublime and easy. So ഈ ഒരു കൺസെപ്റ്റ് ഇവൻ ചൈതന്യ മഹാപ്രഭുവിൻ്റെ ലീലയിൽ പോകുമ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നു ഇത് വായിച്ചപ്പോൾ, നമ്മുടെ മഹാപ്രഭു എവിടെ പോകുന്നു, വാരണാസിയിൽ പോകുമ്പോൾ അവിടെ പ്രകാശാനന്ദ സരസ്വതി എന്ന് പറയുന്നൊരു വലിയൊരു പണ്ഡിതനായിട്ടുള്ള ഒരു മായാവതി സന്യാസി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് 60,000-70,000 ശിഷ്യരുണ്ടായിരുന്നു. അതായത് ഇന്ത്യ മുഴുവനും അറിയപ്പെടുന്ന ഒരു സന്യാസിയായിരുന്നു അദ്ദേഹം മഹാപ്രഭുവിനെക്കുറിച്ച് കേട്ടപ്പോൾ, മഹാപ്രഭുവിനെക്കുറിച്ച് ഒരുപാട് ആളുകൾക്കറിയാം. ചൈതന്യ മഹാപ്രഭു വാരണാസിയിൽ വന്ന് അദ്ദേഹം ഹരിനാമ സങ്കീർത്തനം ചെയ്യുമ്പോൾ, വഴിയിലൂടെ എല്ലാം നടന്ന് നഗര സങ്കീർത്തനമൊക്കെ ചെയ്യുമ്പോൾ ഒരുപാട് ആളുകൾ മഹാപ്രഭുവിൻ്റെ കൂടെ വരുന്നുണ്ട്, മഹാപ്രഭുവിനെ ഫോളോ ചെയ്യാൻ. അതേപോലെ തന്നെ അതായത് മഹാപ്രഭുവിൻ്റെ അഷ്ടസ്വാത്വിക വികാരങ്ങൾ ആളുകൾ കാണുന്നു. ഇടയ്ക്ക് ചൈതന്യ മഹാപ്രഭു നിലത്ത് കിടന്ന് ഉരുളുന്നു, ഇടയ്ക്ക് കണ്ണിൽ നിന്ന് വെള്ളം വരുന്നു, കീർത്തനമൊക്കെ ചൊല്ലി ഡാൻസ് കളിക്കുന്നു. ഇതെല്ലാം കണ്ടപ്പോൾ പ്രകാശാനന്ദ സരസ്വതിക്ക് ഇവരെ കണ്ട ആളുകളൊക്കെ പോയി റിപ്പോർട്ട് കൊടുത്തു, ഇങ്ങനൊരു സന്യാസി വന്നിട്ടുണ്ട്. കാണുമ്പോൾ നമ്മുടെ വേഷം തന്നെയാണ്, ഇങ്ങനെയാണ് പറയുന്നത്, നമ്മുടെ വേഷം തന്നെയാണ്, സന്യാസി തന്നെയാണ് അവർ, പക്ഷേ അവർ ചെയ്യുന്നത് നമ്മൾ ചെയ്യുന്നതല്ല. അദ്ദേഹം ഇതേപോലെ കീർത്തനം ചൊല്ലുന്നു, ഡാൻസ് കളിക്കുന്നു, ഇതൊക്കെയാണ് ഇതുവരെ കാണാത്തൊരു സംഭവമാണ്. പ്രകാശാനന്ദ സരസ്വതി പറഞ്ഞു, ആക്ച്വലി ഇതല്ല, സന്യാസി ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ വേദങ്ങളൊക്കെ പഠിക്കുക, എന്നിട്ട് അതിൻ്റെ തർക്കങ്ങളൊക്കെ ചെയ്യുക. തർക്കം ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ സ്പെക്കുലേറ്റ് ചെയ്യുക, ഇതൊക്കെയാണ് ആക്ച്വൽ ഒരു സന്യാസി ചെയ്യേണ്ടത്. അല്ലാതെ ഇതേപോലെ സെൻറ്റിമെൻ്റലിസ്റ്റ് ആവരുത്. സെൻറ്റിമെൻ്റലിസ്റ്റ് ആവുന്നവർ വെറുതെ കരയുന്നു, കീർത്തനം ചൊല്ലുന്നു, ഡാൻസ് കളിക്കുന്നു, ഇതെന്താ സംഭവം? എന്നിട്ട് ചൈതന്യ മഹാപ്രഭു പ്രകാശാനന്ദ സരസ്വതിയെ കണ്ട സമയത്തും അദ്ദേഹം ഇത് തന്നെയാണ് അദ്ദേഹത്തോട് പറഞ്ഞത്. ചൈതന്യ മഹാപ്രഭുവിനോട് പറഞ്ഞു, ആക്ച്വലി നമ്മളൊക്കെ ഒരേ ഫാമിലിയിലുള്ള ആൾക്കാരാണ്. ഞാനും സന്യാസി, നിങ്ങളും സന്യാസി, നമ്മളെല്ലാവരും സന്യാസിമാരാണ്. പ്രത്യേകിച്ചും മഹാപ്രഭു വന്ന സന്യാസം എടുക്കുന്നത് കേശവഭാരതിയിൽ നിന്നാണ്. അപ്പോൾ ഭാരതി എന്ന് പറയുന്നതും സരസ്വതി എന്ന് പറയുന്നതൊക്കെ ഒരേ ഫാമിലി, ഇൻ ദ സെൻസ് സന്യാസത്തിൻ്റെ ഒരു പരമ്പര നോക്കുമ്പോൾ ഒരേ കാറ്റഗറിയിൽ വരുന്നതാണ്. അവിടെയും ഹൈറാർക്കി ഉണ്ട്, എന്നാലും എല്ലാം ഒരു ഫാമിലിയിൽ നിന്നാണ്. അപ്പോൾ അദ്ദേഹം ഫാമിലി ഇൻ ദ സെൻസ് ഒരേ പരമ്പരയാണ് ബേസിക്കലി. സോ നമ്മളൊക്കെ ഒരേ കുടുംബത്തിലെ ആളുകളെ പോലെ ആയിട്ടും നീ ചെയ്യുന്നത് വേറെ, ഞങ്ങൾ ചെയ്യുന്നത് വേറെ. ആക്ച്വലി ഇത് ചെയ്യരുത്. നീ ചെയ്യുന്നത് സെൻറ്റിമെൻ്റലിസമാണ്. ഇത് നമുക്ക് പറഞ്ഞിട്ടുള്ളതല്ല. നമുക്ക് പറഞ്ഞിട്ടുള്ളത് വേദങ്ങളൊക്കെ പഠിച്ച്, വേദങ്ങളിലെ ശ്ലോകങ്ങളൊക്കെ, ഉപനിഷത്തുകളിലെ ശ്ലോകങ്ങളും ഒക്കെ നമ്മൾ ചൊല്ലുന്നു, അത് ഡിസ്കസ് ചെയ്യുന്നു, അതിനെ നമ്മൾ സ്പെക്കുലേറ്റ് ചെയ്യുന്നു. ഇതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അല്ലാതെ ഇതേപോലെ വഴിയിലൂടെ നടന്നു പോയിട്ട് ചെയ്യുന്ന പരിപാടിയൊന്നുമില്ല. അതൊക്കെ ചീപ്പായിട്ടുള്ള കാര്യമാണ്. നമുക്ക് കുറച്ചുകൂടെ ഹൈ ക്ലാസ് കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞ് ഉപദേശിക്കാൻ വന്നു. ചൈതന്യ മഹാപ്രഭു അദ്ദേഹത്തിനെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിച്ചു. മാത്രമല്ല അദ്ദേഹത്തിനെ പ്രീച്ച് ചെയ്തു, കാര്യങ്ങൾ മനസ്സിലാക്കി. പിന്നെ അവസാനം നമുക്കറിയാം എന്ത് സംഭവിച്ചു എന്നുള്ളത്. പ്രകാശാനന്ദ സരസ്വതി അദ്ദേഹം മാറുന്നു, അദ്ദേഹത്തിൻ്റെ മനസ്സൊക്കെ അലിയുന്നു. ചൈതന്യ മഹാപ്രഭുവിനെ കണ്ടപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ പകുതി മനസ്സ് മാറും. അതിനുശേഷം മഹാപ്രഭു എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യും, ശാസ്ത്രങ്ങൾ മുഴുവനും എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും. അതോടുകൂടി അദ്ദേഹത്തിന് മനസ്സിലാവും
ഇതാണ് ഭക്തി എന്ന് പറയുന്നതാണ്. അതാണ് ഹൈ ക്ലാസ് സംഭവം. അല്ലാതെ ഇത്രയും കാലം ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത് ഒന്നുമല്ല എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അതാണ് ശ്രീല പ്രഭുപാദ ഇവിടെ പറയുന്നത്. അപ്പോൾ അങ്ങനെ ധാരണയുള്ളവരുണ്ടാവും ഇതെല്ലാം ഭക്തി എന്ന് പറയുന്നത് ഈ പറയുന്ന സെൻറ്റിമെൻ്റൽ പരിപാടി, ഇമോഷണൽ കാര്യങ്ങളാണ്, കരയുന്നു, ഡാൻസ് കളിക്കുന്നു, ഇതൊക്കെ എന്താണ്, ഇൻ്റലക്ച്വൽ കാര്യങ്ങളല്ല എന്നാണ് അവർ പറയുക. സോ എനിവേ, സോ ഭക്തി കൾട്ട് ഈസ് ദ ടോപ്പ് മോസ്റ്റ് ഓഫ് ട്രാൻസ്ജെൻഡറൽ ആക്ടിവിറ്റീസ് ശില പ്രഭുപാദ് പറയുന്നു. എന്നാൽ അങ്ങനെയല്ല. ഹൈ ക്ലാസ്, ഏറ്റവും ടോപ്പ് മോസ്റ്റ് ആയിട്ടുള്ള ഒരു സേവനമാണ് അല്ലെങ്കിൽ ഒരു കാര്യമാണ് ഭക്തി എന്ന് പറയുന്നത്. അത് ഇറ്റ് ഈസ് സൈമിൾട്ടേനിയസ്ലി സബ്ലൈം ആൻഡ് ഈസി. സബ്ലൈം എന്ന് പറഞ്ഞാൽ അത് പ്യൂറുമാണ്, ശുദ്ധമാണ്, അതേ സമയത്ത് അത് ഈസിയാണ്, അത് ചെയ്യാൻ ഈസിയാണ്. അതാണ് കാര്യം. It is sublime for the pure devotees who are serious about getting in contact with the Supreme Lord. And it is easy for the neophytes who are just on the threshold of the house of bhakti. So, രണ്ട് കൂട്ടർക്കും ഓൾറെഡി ശുദ്ധഭക്തരായിട്ടുള്ളവർക്കും അവർക്ക് ഇത് ഒരുപാട് ആനന്ദം കൊടുക്കുന്നതാണ്. ഏത് ഭക്തി, അവരതിൽ പരമാനന്ദം കണ്ടെത്തുന്നു. എന്നാൽ അതേപോലെ ഈസിയും കൂടിയാണത് ഫോളോ ചെയ്യാൻ. കാര്യം പുതിയ ആളുകൾക്ക് ഡിഫിക്കൽട്ടായിട്ടുള്ള ബുദ്ധിമുട്ടായിട്ടുള്ള പ്രോസസ്സല്ല. ഈ വേദങ്ങളും സംസ്കൃത ശ്ലോകങ്ങളൊക്കെ കാണാതെ പഠിച്ച് അതിനെ ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇവിടെ നാമം ജപിക്കുക, ഭഗവാനോട് ആ സ്നേഹത്തോടു കൂടി നാമം ജപിക്കുക, കീർത്തനം ചൊല്ലുക, ഇത്രയും മാത്രം ചെയ്താൽ മതി. അപ്പോൾ ഈസി ആയിട്ടുള്ള പ്രോസസ്സാണ് ബേസിക്കലി. ടു അച്ചീവ് ദ കോൺടാക്ട് ഓഫ് സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ഗോഡ് ഹെഡ് ശ്രീ കൃഷ്ണ is a great science, and it is open for all living beings, including the Shudras, Vaishyas, women, and even those lower than low-born Shudras. So what to speak of the high-class men like the qualified Brahmanas and the great self-realized kings? The other high-grade activities designated as sacrifice, charity, austerity, etc. are all corollary factors following the pure and scientific bhakti cult. സോ ഈ ഭക്തി പ്രോസസ്സ് എന്ന് പറയുന്നത് എല്ലാ കാറ്റഗറിയിലുള്ള ആൾക്കാർക്കും ഒരേപോലെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അങ്ങനെ ഒരു കാറ്റഗറൈസേഷൻ ഇല്ല. ബ്രാഹ്മണർ മുതൽ ശൂദ്രർ വരെ ഈവൻ ശൂദ്രരുടെ താഴെയുള്ളവർക്കും അവർക്കും നാമം ജപിക്കും. അവരും നാമം ജപിച്ച് ഭക്തി സേവനങ്ങൾ ചെയ്ത് അവർക്കും ക്വാളിഫിക്കേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അവരെയും നമുക്ക് ശുദ്ധഭക്തരായിട്ട് കണക്കാക്കാൻ പറ്റും, വൈഷ്ണവരായിട്ട് കണക്കാക്കാൻ സാധിക്കും. എല്ലാവർക്കും ആപ്ലിക്കബിൾ ആണ് ഈ പ്രോസസ്സ്. അതേപോലെ തന്നെ ശ്രീല പ്രഭുപാദ് പറയുന്നു, ഭക്തിയിൽ മറ്റുള്ളതെല്ലാം ഇൻക്ലൂഡഡ് ആണ്. യജ്ഞമാണെങ്കിലും, യജ്ഞത്തിൻ്റെ കാര്യമാണെങ്കിലും, ദാനമാണെങ്കിലും, തപസ്യാണെങ്കിലും, ഇതെല്ലാം തന്നെ ആക്ച്വലി ഭക്തിയുത സേവനങ്ങൾ ചെയ്യുവാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഈ പറയുന്ന കാര്യങ്ങളും അതിനകത്ത് വരുന്നു. മാത്രമല്ല അതിൻ്റെയൊക്കെ റിസൾട്ട് ഭക്തിയിലൂടെ കിട്ടുന്നു. നമുക്ക് ബുദ്ധിമുട്ടില്ലാതെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം കൂടിയാണ്. അടുത്ത പാരഗ്രാഫ്. The principles of knowledge and detachment are the two important factors on the path of transcendental realization. The whole spiritual process leads to the perfect knowledge of everything material and spiritual, and the results of such perfect knowledge are that one becomes detached from material affection and becomes attached to spiritual activities. സോ രണ്ട് കാര്യങ്ങളാണ് ജ്ഞാനവും വൈരാഗ്യവും. ജ്ഞാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോളജ്, നമുക്കറിയാം ജ്ഞാനം എന്ന് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മൾ ആരാണെന്ന് അറിയുന്നു, ഭഗവാൻ ആരാണെന്ന് തിരിച്ചറിയുന്നു. ആധ്യാത്മിക ജ്ഞാനത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്, ആധ്യാത്മിക തലത്തിലുള്ള അറിവുകളെക്കുറിച്ചാണ് പറയുന്നത്. ഡിറ്റാച്ച്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൗതികമായിട്ടുള്ള കാര്യങ്ങളിൽ നിന്നുള്ള ആ ഒരു വിരക്തി, അതാണ് ഡിറ്റാച്ച്മെൻറ്റ്, വൈരാഗ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണെന്ന് ശില പ്രഭുപാദ് പറയുന്നു. അപ്പോൾ ഈ ഒരു സ്പിരിച്വൽ മാർഗത്തിലൂടെ, സ്പിരിച്വൽ പ്രോസസ്സിലൂടെ പോകുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അതായത് ഓട്ടോമാറ്റിക്കലി നമുക്ക് ഭൗതികമായിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് ഡിറ്റാച്ച്മെൻറ്റ് വരുന്നു. അതേപോലെ തന്നെ ഓട്ടോമാറ്റിക്കലി പോസിറ്റീവ്ലി നമുക്ക് ഭക്തി സേവനങ്ങളിൽ അറ്റാച്ച്മെൻറ്റ് തോന്നുന്നു. അപ്പോൾ ഇത് ഡിറ്റാച്ച്മെൻറ്റ് എന്ന് പറയുന്നത്, വൈരാഗ്യം എന്ന് പറയുന്നത് നമ്മുടെ ഭൗതികമായിട്ടുള്ള കാര്യങ്ങളിൽ നിന്നുള്ള ഡിറ്റാച്ച്മെൻറ്റിനെ കുറിച്ചാണ് പറയുന്നത്. അത് ഓട്ടോമാറ്റിക്കലി സംഭവിക്കും നമ്മൾ ഭഗവാനുമായിട്ട് അറ്റാച്ച് ആകുമ്പോൾ. സോ ഡിറ്റാച്ച്മെൻറ്റിന് നമ്മൾ വേറെ എഫേർട്ട് എടുക്കേണ്ടി വരുന്നില്ല. എന്താ ബെനിഫിറ്റ് എന്ന് വെച്ചാൽ നമ്മൾ ഭഗവാനുമായിട്ട് അറ്റാച്ച് ആവാൻ നോക്കിയാൽ മതി, മറ്റുള്ളതെല്ലാം ബാക്ക് സീറ്റിലേക്ക് പൊക്കോളും ഓട്ടോമാറ്റിക്കലി. അതാണ് അതിൻ്റെ ഒരു പവർ. ശ്രീല പ്രഭുപാദ് ഇവിടെ പറയുന്നു, ബിക്കമിങ് ഡിറ്റാച്ച്ഡ് ഫ്രം മെറ്റീരിയൽ തിങ്സ് does not mean becoming inert altogether.
as men with a poor fund of knowledge think. Naishkarma means not undertaking activities that will produce good or bad effects. Negation does not mean negation of the positive. Negation of the non-essentials does not mean negation of the essential. Similarly, detachment from the material forms does not mean nullifying the positive form. So, simple ആണ്, കൺഫ്യൂഷൻ ഒന്നുമില്ല. ഇവിടെ എന്താ പറയുന്നത്, അതായത് നൈഷ്കർമ്മ അല്ലെങ്കിൽ ഡിറ്റാച്ച്മെൻറ്റ്, വൈരാഗ്യം എന്ന് പറയുന്നത്, വൈരാഗ്യം എന്ന് പറഞ്ഞ ഡിറ്റാച്ച്മെൻറ്റ് ഫ്രം മെറ്റീരിയൽ തിങ്സ്. അതിൻ്റെ അർത്ഥം പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളിൽ നിന്നും ഡിറ്റാച്ച്മെൻറ്റ് എന്നുള്ളതല്ല. പോസിറ്റീവായി ഉള്ളതിന് അങ്ങനെ തന്നെ, അതായത് നമുക്ക് ഭക്തിയുത സേവനങ്ങളിൽ അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ അത് നമ്മൾ നിഗേറ്റ് ചെയ്യുന്നില്ല. നിഗേറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ നമ്മളും അതിനെ റിജക്റ്റ് ചെയ്യുക, നമ്മൾ റിജക്റ്റ് ചെയ്യുന്നില്ല. റിജക്റ്റ് ചെയ്യുന്നത് ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ, ബിക്കോസ് അത് ഭക്തിയിൽ തടസ്സമായിട്ടുള്ള കാര്യങ്ങളാണ്. സോ അതുമായിട്ട് നമുക്ക് ഡിറ്റാച്ച്മെൻറ്റ് വരുന്നു. എന്നാൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളിൽ നമുക്ക് അത് നമ്മൾ ചെയ്യുന്നു, അതിനെ നമ്മൾ മാറ്റി നിർത്തുന്നില്ല. ചില പ്രസ്ഥാനങ്ങൾ പറയുന്ന പോലെ ഒന്നും ചെയ്യരുത്. അവർ പറയും പോസിറ്റീവിലെ നെഗറ്റീവിലെ ഒന്നും ചെയ്യാൻ പാടില്ല, കാര്യം എന്ത് ചെയ്താലും അത് ബോണ്ടിങ് ആയി മാറും, ഒരു ബോണ്ടേജ് ആവും, ബന്ധനത്തിന് കാരണമാവുമെന്ന് പറയും. പക്ഷേ അത് ശരിയായിട്ടുള്ളൊരു ധാരണയല്ല. കാര്യം നല്ല പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഉദ്ദേശിക്കുന്നത് ഭക്തിക്ക് അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക തന്നെ വേണം, അത് ചെയ്യാതിരിക്കുകയല്ല വേണ്ടത്. അപ്പോൾ വേണ്ടാത്ത കാര്യങ്ങൾ മാറ്റിവെക്കുക, വേണ്ടാത്ത കാര്യങ്ങൾ ചെയ്യാതിരിക്കുക, വേണ്ട കാര്യങ്ങൾ ചെയ്യുക. ഇതാണ് കറക്റ്റായിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ്. The Bhakti cult is meant for realization of the positive form. When the positive form is realized, negative forms are automatically eliminated. So ഭക്തി എന്ന് പറഞ്ഞത് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, അതായത് ഭക്തിക്ക് ഫേവറബിൾ ആയിട്ടുള്ള കാര്യങ്ങളെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അത് മനസ്സിലാക്കി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നെഗറ്റീവായിട്ടുള്ളത് ഓട്ടോമാറ്റിക്കലി പോകും, നേരത്തെ പറഞ്ഞ പോലെ. Therefore, with the development of Bhakti cult, with the application of positive service to the positive form, one naturally becomes detached from inferior things and he becomes attached to superior things. So ഇതാണ് ഭക്തിയുടെ ശക്തി. നമ്മൾ ഓട്ടോമാറ്റിക്കലി ഡിറ്റാച്ച്മെൻറ്റ് വരുന്നു, നമുക്ക് പോസിറ്റീവ്ലി നമ്മൾ ഭഗവാനുമായിട്ട് അറ്റാച്ച് ആവുമ്പോൾ മറ്റുള്ള കാര്യങ്ങളിൽ നിന്ന് ഡിറ്റാച്ച്മെൻറ്റ് വരുന്നു. ഇത് നമുക്ക് ഓരോരുത്തർക്കും എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കാര്യമായിരിക്കും, അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും. നമ്മൾ എങ്ങനെയായിരുന്നു മുമ്പ്, ഇപ്പോൾ എങ്ങനെയാണ് എന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം. നമ്മളൊന്നും അതിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ചും ഒന്നും ചെയ്തിട്ടില്ല, അല്ലേ? തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നുണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടി നമ്മൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു, അപ്പോൾ ഓട്ടോമാറ്റിക്കലി അതെല്ലാം മറ്റുള്ള കാര്യങ്ങളൊക്കെ തനിയെ പോയി, അല്ലേ? അതാണ്. സോ ഇവിടെ ശിലപ്രഭാത് പറയുന്നു, സിമിലർലി ദ ഭക്തി കൾട്ട് ബീങ് ദ സൂപ്പർ മോസ്റ്റ് occupation of the living being leads him out of material sense enjoyment. That is a sign of a pure devotee. സോ മെറ്റീരിയൽ എൻജോയ്മെൻറ്റിൽ നിന്ന് ഡിറ്റാച്ച്മെൻറ്റ് ഉള്ള ആളുകളെ കുറിച്ചാണ് പറയുന്നത്. അതാണ് ഒരു ഭക്തൻ, ഡിവോട്ടിയുടെ സൈൻ അതാണ്. ഹീ ഈസ് നോട്ട് എ ഫൂൾ, നോർ ഈസ് ഹീ എൻഗേജ്ഡ് ഇൻ ഇൻഫീരിയർ എനർജീസ്, നോർ ഡസ് ഹീ ഹാവ് മെറ്റീരിയൽ വാല്യൂസ്. This is not possible by dry reasoning. It actually happens by the grace of the Almighty. So, പ്രഭുപാദജി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, പോസിറ്റീവായുള്ളതിനെ നമ്മൾ ഫോളോ ചെയ്യുന്നു, നെഗറ്റീവായുള്ളതിനെ നിഗേറ്റ് ചെയ്യുന്നു, വേണ്ടാന്ന് വെക്കുന്നു. എന്നാൽ നമ്മൾ ചെയ്യുന്ന, അതായത് ഹീസ് നോട്ട് എ ഫൂൾ നോർ ഹീസ് എൻഗേജ്ഡ് ഇൻ ഇൻഫീരിയർ എനർജീസ്. അതായത് ഇൻഫീരിയർ എനർജീസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ, അതിൽ എൻഗേജ്ഡ് അല്ല അവർ. കാര്യം സമയം പാഴാക്കുന്നില്ല, ബിക്കോസ് അത് ബോണ്ടേജിന് ഒരു കാര്യമാണ്, ബന്ധനങ്ങൾക്ക് കാരണമാവുന്ന അറിയാവുന്നതുകൊണ്ട് അവർ അത് ചെയ്യുന്നില്ല. എന്നാൽ ഇതെല്ലാം ഓട്ടോമാറ്റിക്കലി ഭഗവാന്റെ കാരുണ്യം കൊണ്ട് നടക്കും. അതാണ് പറയുന്നത്, ഇതെല്ലാം നടക്കുന്നത് ആക്ച്വലി ഹാപ്പൻസ് ബൈ ദ ഗ്രേസ് ഓഫ് ദ ഓൾമൈറ്റി. ഭഗവാന്റെ കൃപ കൊണ്ട് നമുക്ക് വേണ്ട പോസിറ്റീവായിട്ടുള്ള അറ്റാച്ച്മെൻറ്റും വരുന്നു, നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളിൽ നിന്നും ഡിറ്റാച്ച്മെൻറ്റും വരുന്നു. ഇൻ കൺക്ലൂഷൻ, വൺ ഹൂ ഇസ് എ പ്യുവർ ഡിവോട്ടി ഹാസ് ഓൾ അതർ ക്വാളിറ്റീസ്, namely knowledge, detachment, etc. But one who has only knowledge or detachment is not necessarily well acquainted with the principles of bhakti cult. Bhakti is supermost occupation of the human being. സോ അത് നമ്മൾ കഴിഞ്ഞ ശ്ലോകത്തിൽ കണ്ടു. ഭക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പർമോസ്റ്റ് ഒക്യുപ്പേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് പരമമായിട്ടുള്ള ധർമ്മമാണ് നമ്മുടെ എല്ലാവരുടെയും. സോ കൺക്ലൂഷനിൽ ശിലപ്രഭാത് പറയുന്നു, ശുദ്ധഭക്തരായിട്ടുള്ളവർക്ക് എല്ലാ നല്ല
ക്വാളിറ്റീസും അവർക്കുണ്ടാവും, അവർക്ക് അറിവുകളുണ്ടാവും, ഭൗതികമായിട്ടുള്ള കാര്യങ്ങളിൽ ഡിറ്റാച്ച്മെൻറ്റ്, വൈരാഗ്യം ഓട്ടോമാറ്റിക്കലി ഉണ്ടാവും. എന്നാൽ ഒരാൾക്ക് അറിവുണ്ട് എന്നാൽ ഡിറ്റാച്ച്മെൻറ്റ് ഇതുവരെ, അതായത് ഭൗതികമായിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് ഡിറ്റാച്ച്മെൻറ്റ് ആയിട്ടില്ലെങ്കിൽ ആക്ച്വലി അവർ പ്രോപ്പർലി ഭക്തി മാർഗം ഫോളോ ചെയ്യുന്നവരല്ല. കാര്യം ഡിറ്റാച്ച്മെൻറ്റ് എന്ന് പറയുന്നത് ഗ്രാജ്വലി എല്ലാവർക്കും വരേണ്ടതാണ് ബേസിക്കലി. ബിക്കോസ് നമ്മൾ പറയാറുണ്ട് എല്ലാം കർമ്മബന്ധനത്തിന് കാരണമാണ് ഈ ലോകത്ത്. ഈ കർമ്മബന്ധനങ്ങളിൽ നിന്ന് മുക്തരായാലേ നമുക്ക് ഭഗവാന്റെ അടുത്തേക്ക് പോകാൻ സാധിക്കുള്ളൂ, അതിനൊരു സംശയവുമില്ല. നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും അതൊരു കർമ്മം ചെയ്യുമ്പോൾ കർമ്മത്തിന് ബന്ധനമുണ്ട്, അതിനൊരു അതിന് എഫക്റ്റ് ഉണ്ട്. സോ നമ്മളിവിടെ ബൈൻഡായിക്കൊണ്ടിരിക്കുകയാണ് ഈ ലോകത്ത്. അങ്ങനെ ബൈൻഡായിട്ടിരിക്കുകയാണ് നമ്മൾ കാലകാലങ്ങളായിട്ട്. അപ്പോൾ അതിൽ നിന്ന് ഡിറ്റാച്ച്മെൻറ്റ് കൊണ്ടുവരുവാണ് നമ്മൾ ചെയ്യുന്നത് ഭക്തിയുത സേവനങ്ങളിലൂടെ. അതാണ്. അപ്പോൾ അത് നടന്നില്ലെങ്കിൽ, ആ ഡിറ്റാച്ച്മെൻറ്റ് വന്നിട്ടില്ലെങ്കിൽ കാര്യം വരുന്നില്ല, അതാണ് പറയുന്നത്. ഓക്കെ 7ാമത്തെ ശ്ലോകം കഴിഞ്ഞു. 8ാമത്തെ ശ്ലോകം നോക്കാം. ധർമ്മ സ്വനുഷ്ഠിത പുംസാം വിശ്വക്ഷേണ കഥാസുയ നോത്പാദയേദ്യതിരതിം ശ്രമ ഏവ ഹി കേവലം. ഹരേ കൃഷ്ണ. കൃഷ്ണ പ്രഭു. ധർമ്മ സ്വനിഷ്ഠാ പുസാം വിശ്വക്സേന കഥാസുയഃ നോത്പാദയേദ്യതിരതിം ശ്രമ ഏവ ഹി കേവലം. കൃഷ്ണ പ്രഭു. ശ്രമ ഏവ ഹി കേവലം. ഓക്കെ, വേറെ ആരെങ്കിലും വായിക്കുന്നു? ഹരേ കൃഷ്ണ പ്രഭു. ധർമ്മ സ്വനിഷ്ഠിത പുംസാം വിഷക്സേന കഥാസുയഃ നോത്പാദയേദ്യതിരതിം ശ്രമ ഏവ ഹി കേവലം. ഹരേ കൃഷ്ണ. താങ്ക് യു. ഹരേ കൃഷ്ണ. വേറെ ആരെങ്കിലും വായിക്കുന്നു? ധർമ്മ സ്വാനിഷ്ഠിത പുംസാം വിവക്ഷേണ കഥാസുയഃ നോത്പാദയേദ്യതിരതിം ശ്രമ ഏവ ഹി കേവലം. താങ്ക് യു. ട്രാൻസ്ലേഷൻ വായിക്കുന്നുണ്ടോ ആരെങ്കിലും? Hare Krishna Prabhu. The occupational activities a man perform according to his own position are only so much useless labor if they do not provoke attraction for the message of the personality of Godhead. Hare Krishna. ഹരേ കൃഷ്ണ. താങ്ക് യു. ഇവിടെ ഈ ശ്ലോകത്തിൽ പറയുന്നു, മനോഹരമായിട്ടുള്ള ശ്ലോകമാണ്. ഒക്യുപ്പേഷണൽ ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ, നമ്മുടെ ധർമ്മം. ഒക്യുപ്പേഷണൽ ആക്ടിവിറ്റീസ് എ മാൻ പെർഫോംസ്, നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും അക്കോർഡിംഗ് ടു ഹിസ് ഓൺ പൊസിഷൻ. അതായത് നമ്മൾ ബ്രാഹ്മണരാണോ, വൈശ്യരാണോ, ശൂദ്രരാണോ, ക്ഷത്രിയരാണോ, അല്ലെങ്കിൽ നമ്മുടെ സ്വധർമ്മം എന്താണോ നമ്മൾ ചെയ്യുന്ന, നമ്മുടെ റെസ്പോൺസിബിലിറ്റീസ് ബേസിക്കലി അത് നമ്മൾ ചെയ്യുന്നത് അക്കോർഡിംഗ് ടു നമ്മുടെ പൊസിഷൻ, നമ്മുടെ സിറ്റുവേഷൻ അനുസരിച്ച് നമ്മൾ ചെയ്യുന്ന കാര്യം ആർ ഓൺലി സോ മച്ച് യൂസ്ലെസ് ലേബർ ഇഫ് ദേ ഡു നോട്ട് പ്രൊവോക്ക് അട്രാക്ഷൻ ഫോർ ദ മെസ്സേജ് ഓഫ് ദ പേഴ്സണാലിറ്റി ഓഫ് ഗോഡ് ഹെഡ്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ആക്ച്വലി ഭഗവാനുമായിട്ടുള്ള അട്രാക്ഷൻ കൊണ്ടുവരുന്നില്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റീസ് എല്ലാം, നമ്മൾ ചെയ്യുന്ന ധർമ്മമല്ല, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന എന്ത് കാര്യമാവട്ടെ, അതെല്ലാം ശ്രമ ഏവ ഹി കേവലം, അതെല്ലാം വെറുതെ യൂസ്ലെസ് ആണെന്ന് പറയുന്നു. ഒരു കാര്യമില്ല അതുകൊണ്ടെന്ന് പറയാം. ആരിപ്പോൾ ഇപ്പോൾ നമ്മൾ ചെയ്യുന്നതെല്ലാം ഭഗവാനുമായിട്ടുള്ള അട്രാക്ഷൻ അല്ലെങ്കിൽ ഭഗവാനുമായിട്ട് കണക്ഷൻ വെച്ചുകൊണ്ട് ഭഗവാനിലേക്ക് അടുക്കുന്ന രീതിയിലായിരിക്കണം നമ്മൾ ചെയ്യുന്ന ഓരോ ആക്ടിവിറ്റീസും. അല്ലാതെ അത് ഇല്ലെങ്കിൽ, അങ്ങനൊരു സംഭവം ഇല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നതെല്ലാം വെറുതെയാണെന്നാണ് പറയുന്നത്. ആക്ച്വലി നമ്മൾ സമയം വേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാര്യം എന്താണ്? നമ്മളൊരു പക്ഷേ ഒരുപാട് പൈസ ഉണ്ടാക്കുന്നുണ്ടാവും, ഒരുപാട് കോടികൾ ബാങ്കിൽ വരുന്നുണ്ടാവും. പക്ഷേ ശ്രമ ഏവ ഹി കേവലം, ഇതൊരു ദിവസം നമ്മൾ ഉപേക്ഷിക്കാൻ പോകുന്ന കാര്യമാണ്. നമ്മൾ ഉപേക്ഷിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ലെങ്കിലും കാലം വന്ന് ഉപേക്ഷിപ്പിച്ചോളും. ഒരു ദിവസം ഇതെല്ലാം വിട്ടു പോകേണ്ടി വരും. മുട്ടുസൂചി പോലും കൊണ്ടുപോകാൻ പറ്റില്ല.
ശ്രമ ഏവഹി കേവലം. നമ്മൾ ഉള്ള സമയത്ത് നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ഡ്യൂട്ടീസ് ചെയ്യുന്ന സമയത്ത് ഡ്യൂട്ടീസ് ചെയ്യരുതെന്നല്ല പറയുന്നത്, അത് ചെയ്യുന്നത് ഭഗവാനിലേക്ക് അടുക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ. അർജുനോട് ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നത് പോലെ തസ്മാത് സർവേഷു കാലേഷു മാം അനുസ്മര യുദ്ധ്യച്ച മയി അർപ്പിത മനോബുദ്ധിർ. അദ്ദേഹം പറയുന്നു തസ്മാത് സർവേഷു കാലേഷു, നീ എപ്പോഴും നിന്റെ കർമ്മം നീ ചെയ്യാതിരിക്കരുത്, കർമ്മം ചെയ്തോളൂ, പക്ഷേ മാം അനുസ്മര യുദ്ധ്യച്ച, എന്നെ ഓർത്തുകൊണ്ട് അല്ലെങ്കിൽ എനിക്ക് സമർപ്പിച്ചുകൊണ്ട് നീ ചെയ്യൂ. മൈ അർപ്പിത മനോബുദ്ധിർ, നീ നിന്റെ മനസ്സും ബുദ്ധിയും എന്നിൽ സമർപ്പിക്കൂ. തീർച്ചയായിട്ടും നീ എൻ്റെ അടുത്ത് അങ്ങനെ നീ ചെയ്യുകയാണെങ്കിൽ നീ എൻ്റെ അടുത്ത് വന്നിരിക്കും. അതായത് നീ ഈ ഭൗതിക ലോകം വിട്ട് ആധ്യാത്മിക ലോകത്തിലേക്ക് വന്നിരിക്കും എന്നാണ് കൃഷ്ണൻ പറയുന്നത് ഭഗവത്ഗീതയിൽ. അപ്പം അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇല്ലെങ്കിൽ നമ്മൾ അങ്ങനൊരു സംഭവം ഇല്ലെങ്കിൽ, ഭഗവാനുമായിട്ടുള്ള ഒരു കണക്ഷൻ നമ്മൾ സ്ഥാപിക്കാൻ നോക്കുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ അദ്ദേഹത്തെ മറന്നുകൊണ്ടാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആക്ച്വലി ഇതെല്ലാം വേസ്റ്റാണ് സത്യം പറയുകയാണെങ്കിൽ. അതാണ് ഭാഗവതം പറയുന്നത്. ശ്രമ ഏവൈ കേവലം എന്ന് പറഞ്ഞ് ഈ പരിശ്രമമൊക്കെ വെറുതെ ആയിപ്പോവും. കാര്യം ഇതെല്ലാം ഉപേക്ഷിക്കേണ്ടി വരും. നമ്മൾ സ്വരൂപിക്കുന്നത്, നമ്മൾ കൂട്ടിവെക്കുന്നതെല്ലാം. ആളുകൾക്കറിയില്ല ഈ സത്യം. ആളുകൾ എന്നാൽ ഇതറിയാത്തത് കൊണ്ട് എന്തിനോ വേണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ എവിടെ വരെ ഓടുമെന്ന് അവർക്ക് പോലും അറിയില്ല. സമയമെല്ലാം പാഴാക്കി കളയുന്നു ഇതിൻ്റെ പുറകിൽ ഓടി. അതാണ് Srila Prabhupada purport. There are different occupational activities in terms of man's different conceptions of life. To the gross materialist who cannot see anything beyond the gross material body, there is nothing beyond the senses. Therefore, his occupational activities are limited to concentrated and extended selfishness. Concentrated selfishness centers are around the personal body. This is generally seen among the lower animals. Extended selfishness is manifested in the human society and centers around the family, society, community, nation and world with a view to gross bodily comfort. Okay. എന്താണ് പറയുന്നത്? അതായത് ഒരു മനുഷ്യനെ സംബന്ധിച്ച്, സാധാരണ ഒരാളെ സംബന്ധിച്ച്, ഇവിടെ പ്രത്യേകിച്ച് പറയുന്നത് ഗ്രോസ് മെറ്റീരിയലിസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് കർമ്മികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വേറെ ഒന്നുമില്ല. അവർ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു. എന്തിനാണ്? അവനവൻ്റെ സെൽഫിഷ്നെസ്സിന് വേണ്ടി, അല്ലെങ്കിൽ അവനവനെ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് പൈസയുടെ രൂപത്തിലോ പേരിനും പ്രശസ്തിയുടെ രൂപത്തിലോ എന്താണെങ്കിലും. അതായത് അതിൽ നിന്ന് പ്രോഫിറ്റ് പ്രതീക്ഷിച്ചുകൊണ്ട് സെൻസ് ഗ്രാറ്റിഫിക്കേഷൻ ഉദ്ദേശത്തോടു കൂടി ചെയ്യുന്ന ആളുകളാണ് മെറ്റീരിയലിസ്റ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കർമ്മി എന്ന് പറയുന്നത്. ഓക്കെ. The gross materialist who cannot see anything beyond the gross material body. അവരെ സംബന്ധിച്ച് ശരീരത്തിനപ്പുറത്തൊന്നുമില്ല അവർക്ക്. അതായത് ഉള്ള കാലം എൻജോയ് ചെയ്യുക, അത്രയേ ഉള്ളൂ അവർക്ക് അറിയില്ല ഈ ശരീരം മരിക്കുന്ന അറിയുന്നുണ്ടാവും, പക്ഷേ അതിനപ്പുറത്ത് ഇനിയൊരു ലൈഫ് ഉണ്ടെന്ന് ചിന്തിക്കുന്നില്ല അവർ. അങ്ങനെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഇന്ദ്രിയ സുഖഭോഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ മാത്രമായിട്ട് അവരുടെ ജീവിതം അതിനു വേണ്ടി മാത്രമായിട്ട് മാറ്റി വയ്ക്കില്ല അവർ. കാര്യം ഇങ്ങനെയുള്ളവർക്ക് അതിനപ്പുറത്തേക്ക് അറിയില്ല. അതാണ് പറയുന്നത്. ദർ ഈസ് നത്തിങ് ബിയോണ്ട് ദ സെൻസസ്. ഈ ഇന്ദ്രിയങ്ങൾക്കപ്പുറം വേറെ എന്താണെന്ന് അവർക്ക് അറിയില്ല. ഈ ശരീരത്തിനപ്പുറത്ത് എന്തെങ്കിലും ആത്മീയ തലത്തിലുള്ള ഒരു കാര്യവും അവർക്ക് അറിയില്ല. Therefore, അതുകൊണ്ട് അവരെങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്? Therefore, his occupational activities, അവർ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും കർമ്മങ്ങളും are limited to concentrated and extended selfishness. രണ്ട് ടൈപ്പ് ഓഫ് സെൽഫിഷ്നെസ് ഇവിടെ പറയുന്നത്. കോൺസെൻട്രേറ്റഡ് സെൽഫിഷ്നെസ്സും എക്സ്റ്റെൻഡഡ്. എന്താണ് ഉദ്ദേശിക്കുന്നത്? കോൺസെൻട്രേറ്റഡ് എന്ന് ഉദ്ദേശിക്കുന്നത് ഐ എന്നുള്ള കൺസെപ്റ്റ്. ഐ എന്ന് പറഞ്ഞാൽ ഞാൻ, എൻ്റെ എൻജോയ്മെൻറ്റ്, ഞാൻ അല്ല. ഐ എന്ന് പറഞ്ഞാൽ എനിക്കിഷ്ടമുള്ളത്, അല്ലെങ്കിൽ എൻ്റെ സന്തോഷം, എൻ്റെ സുഖം. ഐ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റാണ് കോൺസെൻട്രേറ്റഡ് സെൽഫിഷ്നെസ് എന്ന് ഉദ്ദേശിക്കുന്നത്. എക്സ്റ്റെൻഡഡ് സെൽഫിഷ്നെസ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? മൈൻ, MINE, എൻ്റേത്. ഞാനും എൻ്റേതും തമ്മിൽ വ്യത്യാസമുണ്ട്. എൻ്റേതെന്ന് പറയുമ്പോൾ അത് എന്താ പറയുക, ബന്ധങ്ങൾ വരും, അതിൽ റിലേഷൻഷിപ്സ് വരുന്നു, ഫാമിലി വരുന്നു, സമൂഹം വരുന്നു, രാജ്യം വരുന്നു. ഇതെല്ലാം എൻ്റെ രാജ്യം, എൻ്റെ വീട്,
എൻ്റെ അമ്മ, എൻ്റെ അച്ഛൻ, എൻ്റെ ഭർത്താവ്, എൻ്റെ ഭാര്യ, എൻ്റെ കുട്ടികൾ, അല്ലേ, എൻ്റെ സമൂഹം, എൻ്റെ രാജ്യം, എൻ്റെ നാട്, ഇതെല്ലാം ഇതിനെയാണ് എക്സ്റ്റെൻഡഡ് സെൽഫിഷ്നെസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കോൺസെൻട്രേറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് അവനവൻ്റെ പേഴ്സണൽ, നമ്മുടെ പേഴ്സണൽ കാര്യം, അത് ഐ. എക്സ്റ്റെൻഡഡ് എന്ന് പറയുന്നത് മൈൻഡ്, എൻ്റേത്. ഇത് രണ്ടും അപകടമാണ് ശരിക്കും. ബിക്കോസ് ഇതിലാണ് ഇരിക്കുന്നത്. എല്ലാ ആളുകളും കാണുന്ന ലോകത്തിലുള്ള എല്ലാ ആളുകളും കോൺസെൻട്രേറ്റഡും എക്സ്റ്റെൻഡും ഇത് രണ്ടും ഉണ്ട്. ഈ രണ്ട് ടൈപ്പ് ഓഫ് അറ്റാച്ച്മെൻറ്റും ആളുകൾക്ക് ഉണ്ട്. അത് മാത്രമേ അവർക്ക് അറിയുള്ളൂ, അതിനപ്പുറത്തേക്കൊന്നും അറിയില്ല. Above these gross materialists are the mental speculators who hover aloft in the mental spheres, and their occupational duties involve making poetry and philosophy or propagating some isms with the same aim of selfishness limited to the body and mind. സോ ഇവിടെ ശില പ്രഭുപാദ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇത് തന്നെ ഈ എക്സ്റ്റെൻഡഡ് സെൽഫിഷ്നെസ് ചിലപ്പോൾ അത് വേറെ രൂപത്തിലേക്ക് ആവിഷ്കരിക്കുന്നു. അതായത് പല പല ഇസംസ്, അതായത് കമ്മ്യൂണിസം അല്ലെങ്കിൽ സോഷ്യലിസം എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും നമ്മൾ, അല്ലേ? അതായത് ഇതെല്ലാം ബേസിക്കലി എക്സ്റ്റെൻഡഡ് സെൽഫിഷ്നെസ്സിൻ്റെ ഭാഗമാണ്. ബട്ട് എബവ് ദ ബോഡി and mind is the dormant spirit soul, whose absence from the body makes the whole range of the bodily and mental selfishness completely null and void. But less intelligent people have no information of the needs of the spirit soul. So Srila Prabhupada പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ആത്മീയ തലത്തിൽ നോക്കുവാണെങ്കിൽ ഈ ശരീരത്തിൻ്റെ മനസ്സിന് അപ്പുറത്ത് ആത്മാവ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്. അത് ഇവർക്ക് അറിയില്ല. അതാണ് പ്രശ്നം. അത് ഇങ്ങനെയുള്ളവർക്ക് അറിയില്ല. അതുകൊണ്ട് അവർ അതിനെ മറന്നുകൊണ്ടുള്ള കാര്യം, അറിയാത്ത കാര്യമാണ് അവർക്ക് ആകെ അറിയുന്നത് ശരീരവും ഇന്ദ്രിയങ്ങളും മാത്രമാണ്. സോ അതുകൊണ്ടാണ് അവർ ഈ ഒരു കോൺസെൻട്രേറ്റഡ് അല്ലെങ്കിൽ എക്സ്റ്റെൻഡഡ് സെൽഫിഷ്നെസ്സിൻ്റെ പുറകിൽ നിൽക്കുന്നത്. ബിക്കോസ് ഫൂളിഷ് പീപ്പിൾ ഹാവ് നോ ഇൻഫർമേഷൻ ഓഫ് ദ സോൾ ആൻഡ് ഹൗ ഇറ്റ് ഈസ് ബിയോണ്ട് ദ പെർവ്യൂ ഓഫ് ദ ബോഡി ആൻഡ് മൈൻഡ്, that are not satisfied in the performance of their occupational duties. The question of the satisfaction of the self is raised herein. The self is beyond the gross body and the subtle mind. പ്രഭുപാദ് വീണ്ടും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെയുള്ളവർക്ക്, ഈ വിഡ്ഢികളായിട്ടുള്ള ആളുകൾക്ക് ശരീരത്തിൻ്റെ മനസ്സിനപ്പുറത്തേക്ക് ഒന്നും അറിയില്ല. അവരെ സംബന്ധിച്ച് എല്ലാം കംപ്ലീറ്റ് അവരുടെ പെർവ്യൂ അത്രയേ ഉള്ളൂ. അവർക്ക് അതിനപ്പുറത്തേക്കൊരു കാഴ്ചയില്ല. എന്നാൽ ഈ ആത്മാവ് എന്ന് പറയുന്നത് ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും അപ്പുറത്താണ് ആക്ച്വലി, അല്ലേ? അതുമായിട്ട് കണക്ഷൻ ഇല്ല. അല്ലെങ്കിൽ നമുക്ക് പറയാം അതീന്ദ്രിയ തലത്തിലുള്ള അല്ലെങ്കിൽ ആത്മീയ തലത്തിലുള്ളതാണ് ആത്മാവ് എന്ന് പറയുന്നത്. ശരീരവും മനസ്സും അങ്ങനെയല്ല, അത് ഭൗതികമായിട്ടുള്ളതാണ്. ഹീസ് പൊട്ടൻറ്റ് ആക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് ദ ബോഡി ആൻഡ് ദ മൈൻഡ്. ആത്മാവിനെ കുറിച്ചാണ് പറയുന്നത് ഇവിടെ. നമ്മുടെ ശരീരത്തിൽ ആക്റ്റീവ് നമുക്കെല്ലാവർക്കും ബോധമുള്ളതും നമ്മൾ ആക്റ്റീവായിട്ടിരിക്കുന്നതിന് ഒരേ ഒരു കാരണം ആത്മാവുള്ളത് കൊണ്ടാണ്. ശരീരത്തിൽ ആത്മാവ് ശരീരം വിടുമ്പോഴാണ് നമ്മൾ മരിക്കുന്നത്. അതിനെയാണ് പിന്നെ നമ്മുടെ ഒരു സെൻസസും വർക്ക് ചെയ്യാൻ പോകുന്നില്ല. ദ ബോഡി ആൻഡ് ദ മൈൻഡ് ആർ ബട്ട് സൂപ്പർഫ്ലസ് ഔട്ടർ കവറിങ്സ് ഓഫ് ദ സ്പിരിറ്റ് സോൾ. നമ്മൾ ശരീരവും മനസ്സും ആക്ച്വലി ഒരു കവറിങ് ആണ്, ആക്ച്വലി ജഡമാണ്. ആക്ച്വലി സ്പിരിറ്റ് സോൾസ് നീഡ്സ് മസ്റ്റ് ബി ഫുൾഫിൽഡ്. സിംപ്ലി ബൈ ക്ലെൻസിങ് ദ കേജ് ഓഫ് ദ ബേർഡ് വൺ ഡസ് നോട്ട് സാറ്റിസ്ഫൈ ദ ബേർഡ്. One must actually know the needs of the bird himself. ശില പ്രഭുപാദ് നല്ലൊരു ഉദാഹരണം പറയുന്നു. അതായത് ഒരു പക്ഷി, നമ്മളൊരു തത്തയെ കൂട്ടിൽ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും ആ കൂട് നമ്മൾ തുടച്ചിട്ട് വല്ല കാര്യമുണ്ടോ? കൂടിൻ്റെ പുറത്ത്, അകത്തല്ല, പുറത്തു നിന്ന് കൂട് തുടയ്ക്കുന്നു. എന്നാൽ തത്തയ്ക്ക് വേണ്ടതായിട്ടുള്ള ഭക്ഷണം കൊടുക്കുന്നില്ല. കുറച്ച് ദിവസം കഴിയുമ്പോൾ തത്ത മരിക്കും, അല്ലേ? അപ്പോൾ അതേപോലെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ പുറമേയുള്ള ഈ കൂടാണ്, കവറിങ് ആണ് ഈ ശരീരവും മനസ്സും ഒക്കെ. അപ്പോൾ അതിന് വേണ്ടത് ഇന്ദ്രിയ സുഖഭോഗങ്ങളാണെങ്കിൽ അത് നമ്മൾ നടത്തി കൊടുക്കുന്നുണ്ട്. ഉള്ളിലുള്ള ആത്മാവിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നില്ല, ആത്മീയ തലത്തിൽ നമ്മൾ ചിന്തിക്കുന്നില്ല. ആത്മീയ തലത്തിൽ നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യം ചെയ്യുന്നില്ല. അതായത് തത്തയെ നോക്കുന്നില്ല, തത്തയ്ക്ക് ഭക്ഷണം കൊടുക്കുന്നില്ല എന്നുള്ളവർ പറഞ്ഞ പോലെ പുറത്ത് കൂട് മാത്രം കാലത്ത് എന്നും എഴുന്നേറ്റ് തുടച്ചിട്ട് കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. സോ ഇതാണ് നമുക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. The need of the spirit soul is that
He wants to get out of the limited sphere of material bondage and fulfill his desire for complete freedom. He wants to get out of the covered walls of the greater universe. He wants to see the free light and the spirit. That complete freedom is achieved when he meets the complete spirit, the personality of the Godhead. So, Prabhupada പറയുന്നു, എന്താണ് ഈ തത്തയ്ക്ക് ആവശ്യമുള്ളത്? തത്തയ്ക്ക് കഴിക്കാനുള്ള ഭക്ഷണം വേണം. അതേപോലെ നമ്മുടെ ആത്മാവിന് എന്താണ് വേണ്ടത്? ആത്മാവിന് ആത്മീയ തലത്തിലുള്ള ഭക്ഷണമാണ് വേണ്ടത്. അതായത് ജീവേര സ്വരൂപമായി കൃഷ്ണരെ നിത്യദാസ്, നമ്മൾ ഭഗവാന്റെ അംശമായതുകൊണ്ട്, ആത്മാവ് ഭഗവാന്റെ അംശമായതുകൊണ്ട് ആത്മീയ തലത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് ആത്മാവ് ഹാപ്പി ആവുന്നത്. അല്ലാതെ നമ്മൾ വേറെ ഇന്ദ്രിയങ്ങൾക്ക് സുഖിപ്പിക്കാനുള്ള എന്ത് കാര്യം ചെയ്താലും ആത്മീയ തലത്തിൽ അതിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല ആക്ച്വലി. അപ്പോൾ എന്താണ് സ്പിരിറ്റ് സോൾ? ആത്മാവ് ആഗ്രഹിക്കുന്നത് ഈ ഭൗതിക ലോകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് പോകണം എന്നുള്ളത്, ഭഗവാന്റെ അടുത്തേക്ക് പോകണം എന്നുള്ളതാണ് അവർ ഈ ആത്മാവ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തില്ലെങ്കിൽ ആക്ച്വലി നമ്മൾ പുറമേ കൂട് തുടയ്ക്കുന്ന പോലെയാണ്, ഒരു പ്രയോജനവും വരുന്നില്ല. ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സോ there is a dormant affection for God within everyone. Spiritual existence is manifested through the gross body and the mind in the form of perverted affection for gross and subtle matter. Therefore, we have to engage ourselves in the occupational engagements that will evoke our divine consciousness. This is possible only by hearing and chanting the divine activities of the Supreme Lord, and any occupational activity which does not help one to achieve attachment for hearing and chanting the transcendental message of the Godhead is said herein is be a simply waste of time. സോ ശില പ്രഭാത് പറയുന്നത് നമ്മുടെ ഉള്ളിൽ എല്ലാവർക്കും നമുക്ക് എല്ലാവർക്കും ഡോർമെൻ്റ് ആയിട്ട്, അതായത് നാച്ചുറലായിട്ട് ഭഗവാനുമായിട്ടുള്ള കണക്ഷൻ ഉണ്ട് നമുക്ക്. ചൈതന്യ ചരിതാമൃതം പറയുന്നു, നിത്യസിദ്ധ കൃഷ്ണപ്രേമ സാധു കബൂനായി ശ്രവണാദി ചിത്തഹോയത്തെ കരയെ ഉദായ്. നിത്യസിദ്ധമാണ് കൃഷ്ണപ്രേമം, ഭഗവാനോടുള്ള സ്നേഹം നിത്യമായിട്ടും, അതായത് നമ്മുടെ ഉള്ളിലുണ്ട്, നാച്ചുറലായിട്ടും ഉണ്ട്. പക്ഷേ അത് മൂടിയിരിക്കുകയാണ് ഇപ്പോൾ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മനസ്സും ഇന്ദ്രിയങ്ങളുടെയും ഇന്ദ്രിയങ്ങളൊക്കെ ആയി അതിനെ കംപ്ലീറ്റ് കണ്ടാമിനേറ്റഡ് ആയിട്ട് നമ്മൾ ആ സുഖഭോഗങ്ങളുടെ പുറകിൽ ഓടി കുറേ കണ്ടാമിനേഷൻ വന്ന് മൂടിയിരിക്കുകയാണ്. ആ കൃഷ്ണപ്രേമം മൂടിയിരിക്കുകയാണ്. അത് ഓൾറെഡി ഉണ്ട്. അപ്പോൾ അതിനെ നമ്മൾ തിരിച്ച് ആക്റ്റീവ് ആക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം. മനുഷ്യജന്മത്തിൻ്റെ ഉദ്ദേശം അതാണ്. നമുക്കത് തിരിച്ച് അതിൻ്റെ ആക്ച്വൽ ഡോർമെൻ്റ് ആയിട്ടിരിക്കുന്നതിനെ ആക്ടിവേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിന് വേണ്ടിയിട്ടുള്ള മാർഗമാണ് ശ്രവണാദി ചിത്തഹോയത്തെ കരയെ ഉദായേ. ചൈതന്യ ചരിതാമൃതം പറയുന്നു, ശ്രവണ ആദി, അതായത് ശ്രവണം, കീർത്തനം, സ്മരണം, ഈ ഭക്തിയുത സേവനങ്ങളിലൂടെ ആ ഡോർമെൻ്റ് ആയിട്ടുള്ള ഭക്തി ഉദയ് എന്ന് പറഞ്ഞാൽ ഉദിക്കും. സൂര്യൻ ഉദിക്കുന്ന പോലെ ഉദിക്കും എന്ന് പറയുന്നത് അത് തന്നെയാണ് പ്രഭുപാദജി ഇവിടെ പറയുന്നത് ഈ ഒരു വരിയിൽ. This is possible only by hearing and chanting the divine activities of the Lord. സോ ഇതിനെ എങ്ങനെയാണ് നമുക്ക് തിരിച്ച് കൊണ്ടുവരാൻ സാധിക്കുന്നത്? നമ്മുടെ ഉള്ളിലുള്ള ഭക്തിയെ തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുന്നത് നമ്മുടെ ഉള്ളിലുള്ള നിത്യസിദ്ധമായിട്ടുള്ള ഭക്തിയാണ്. ഓൾറെഡി ഉള്ളതാണ്, നമ്മൾ പുറമേ നിന്ന് വാങ്ങിക്കേണ്ട ആവശ്യമില്ല. ഉണ്ട്, നമ്മളിൽ എല്ലാവരിലും ഉണ്ട്. ഇവിടെ ഇരിക്കുന്ന എല്ലാവരിലും, ഇവിടെ ഇരിക്കുന്നവരല്ല, പുറത്തുള്ളവരും ഭക്തിയിലില്ലാത്തവരും ലോകത്തുള്ള എല്ലാവരിലും ഉണ്ട് ഇത്. പക്ഷേ പ്രശ്നം എന്താണ്? മൂടിയിരിക്കുകയാണ്. ഈ മൂടിയിരിക്കുന്നതിൻ്റെ ആ അഴുക്കിൻ്റെ അളവും നമ്മൾ ഓരോരുത്തരിലും കൂടുതലാണ്, വ്യത്യാസവും ഉണ്ടാവും. എന്നിലുള്ള അഴുക്കായിരിക്കില്ല നിങ്ങൾക്ക് ഉണ്ടാവുന്നത്, ഓരോരുത്തർക്കും വേറെ വേറെയാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് അഴുക്ക് മാറ്റി അത് ക്ലാരിറ്റി കൊണ്ടുവരുമ്പോഴാണ്, ചേതോ ദർപ്പണ മാർജനം ചെയ്യുമ്പോഴാണ് ഈ ഉറങ്ങിക്കിടക്കുന്ന കൃഷ്ണപ്രേമം ഉദിക്കുന്നത്. അപ്പോൾ നമ്മൾ ചെയ്തു കൂട്ടിയിട്ടുള്ള കർമ്മങ്ങളുടെ ഫലം കൊണ്ട് ഈ കവറിങ്, ഈ പറയുന്ന അഴുക്കിൻ്റെ ലെയർ, അല്ലെങ്കിൽ അഴുക്കിൻ്റെ ആ ഒരു കട്ടി, അല്ലെങ്കിൽ എത്രമാത്രം ലെയർ ഉണ്ടെന്ന് നമുക്കറിയില്ല. കാര്യം ജന്മജന്മാന്തരങ്ങളുടെ കർമ്മങ്ങൾ നമ്മൾ കൊണ്ടുവരുന്നുണ്ടല്ലോ. സോ അത്രയും ഉണ്ടാവും. അപ്പോൾ ഓരോരുത്തർക്കും വ്യത്യാസം ഉണ്ടാവും. പക്ഷേ ശ്രവണം, കീർത്തനത്തിലൂടെ, നാമജപത്തിലൂടെയാണ് നമ്മളിതിനെ തിരിച്ച് ആ അഴുക്ക് കളഞ്ഞ് നമ്മൾ തിരിച്ച് ആ കൃഷ്ണപ്രേമത്തെ നമ്മൾ പുറത്തേക്ക് കൊണ്ടുവരേണ്ടത്. ഇനി അപ്പോൾ അതാണ് പ്രഭുപാദജി പറയുന്നത്, ഈ ശ്ലോകവും പറയുന്നതാണ്. നമ്മൾ അതുകൊണ്ട് നമ്മുടെ നമ്മൾ ചെയ്യുന്ന ഓരോ ആക്ടിവിറ്റീസും, നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും
ഈ ശ്രവണവും കീർത്തനത്തിനും സപ്ലിമെൻ്റ് ആയിക്കൊണ്ട് നമ്മുടെ ഉള്ളിലുള്ള ഭക്തിയെ നമുക്ക് ഉണർത്താൻ സാധിക്കുന്നില്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഓരോ ആക്ടിവിറ്റീസും, നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും വേസ്റ്റാണ്. സത്യമാണ്. കാര്യം നമ്മൾ വീണ്ടും ഒരു മനുഷ്യജന്മം കൂടെ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മളത് ചെയ്തില്ലെങ്കിൽ. അതുകൊണ്ടാണ് വേസ്റ്റ് എന്ന് പറയുന്നത്. വേസ്റ്റ് എന്ന് പറയാൻ കാര്യം എന്താണ്? കാര്യം മനുഷ്യജന്മത്തിൻ്റെ ഉദ്ദേശം ഇതിനെ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ്. അത് നമ്മൾ ചെയ്തില്ലെങ്കിൽ വേസ്റ്റാണ്. ബിക്കോസ് വി ആർ വേസ്റ്റിംഗ് അവർ ഹ്യൂമൻ ഫോം, വാല്യുബിൾ ഹ്യൂമൻ ഫോം വൺ മോർ ടൈം. ഇതിനു മുമ്പും വേസ്റ്റ് ചെയ്തിട്ടുണ്ട് പല പ്രാവശ്യം, ഇപ്പോഴും ഇനിയും വേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ശ്രമ ഏവൈ കേവലം, എല്ലാം വെറും വേസ്റ്റാണെന്ന് പറയുന്നത്. This is because of occupational duties, whatever ism they may belong to, cannot give liberation to the soul. Even the activities of salvationists are considered to be useless because of their failure to pick up the fountainhead of the liberties. The gross materialist can practically see that material gain is limited only to the time and space, either in this world or in the other. Even if he goes up to the Swargaloka, he will find no permanent abode for his hankering soul. The hankering soul must be satisfied by the perfect scientific process of perfect devotional service. ശില പ്രഭുപാദ് പറഞ്ഞ് എന്ത് ഇസമാവട്ടെ, സോഷ്യലിസം ആവട്ടെ, കമ്മ്യൂണിസം ആവട്ടെ, ഇതെല്ലാം ബേസിക്കലി ഇന്ദ്രിയ സെൻസ് ഗ്രാറ്റിഫിക്കേഷൻ്റെ ഒരു എക്സ്റ്റെൻഡഡ് വെർഷനാണ്. അത്രയേ ഉള്ളൂ, എക്സ്റ്റെൻഡഡ് വെർഷനാണ്, അല്ലാതെ ഒന്നുമല്ല. കമ്മ്യൂണിസ്റ്റുകാർ പറയുന്നു ഇതെല്ലാം എല്ലാവർക്കും ബാധകമാണ്, അതായത് ഈ ലോകത്തുള്ളതെല്ലാം എല്ലാവർക്കും അർഹതപ്പെട്ടതാണെന്ന് കമ്മ്യൂണിസ്റ്റുകാർ പറയുന്നു. ക്യാപിറ്റലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മുതലാളിത്വം. ക്യാപിറ്റലിസക്കാർ പറയുന്നു, മുതലാളികൾ പറയുന്നു അല്ല, ഇത് ഞങ്ങളുടെയാണെന്ന് പറയുന്നു. അവർ പറയുന്നു ഞങ്ങളുടെയാണെന്ന് പറയുന്നു, ഞങ്ങളുടെ പ്രോപ്പർട്ടിയാണ്, ഇതെല്ലാം ഞങ്ങൾക്കുള്ളതാണ്. കാര്യം ബിക്കോസ് അവർക്ക് പൈസയുണ്ട്. അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകാർ പറയുന്നു, കമ്മ്യൂണിസം പറയുന്നു അങ്ങനെയല്ല, ഇതെല്ലാവർക്കും ഉള്ളതാണ്, മുതലാളികളുടെ മാത്രമല്ല. പക്ഷേ രണ്ട് കൂട്ടരും പറയുന്നത് തെറ്റാണ്. ബിക്കോസ് ഇതെല്ലാം ഭഗവാന്റേതാണ്. കമ്മ്യൂണിസത്തിൻ്റെയോ അല്ല, ക്യാപിറ്റലിസ്റ്റുകാരുടെയോ അല്ല, എല്ലാം ഭഗവാന്റേതാണ്. അതവരറിയുന്നില്ല. അതുകൊണ്ട് എന്ത് ഇസമാവട്ടെ, എല്ലാ ഇസംസും ബേസിക്കലി സെൻസ് ഗ്രാറ്റിഫിക്കേഷൻ്റെ ഒരു എക്സ്റ്റെൻഡഡ് വേർഷൻ മാത്രമാണ്. സോ അതുകൊണ്ടൊന്നും ഒരു പ്രയോജനമില്ല. ആത്മീയ തലത്തിൽ ആത്മാവിന് ഒന്നും കിട്ടുന്നില്ല അതിൽ നിന്നൊന്നും. ഈവൻ ഈ ഭൗതിക ലോകത്തിലെ സ്വർഗലോകത്തിലേക്ക് പോയാലും ആത്മാവിന് വേണ്ടത് കിട്ടുന്നില്ല. ആത്മാവിന് ഒരേ ഒരു കാര്യമേ ആവശ്യമുള്ളൂ, ആഗ്രഹമുള്ളൂ. എന്താണ്? ഭക്തിയുത സേവനങ്ങൾ മാത്രം. ബിക്കോസ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ പൊസിഷൻ, നമ്മുടെ സ്ഥായി ഭാവം എന്ന് പറയുന്നത് ഭഗവാന്റെ അംശമായതുകൊണ്ട് ഭഗവാനെ സേവിക്കുക എന്നുള്ളതാണ്. അത് ഒഴിച്ച് വേറെ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. അതാണ് പറയുന്നത്. അത് ഒഴിച്ച് എന്ത് ചെയ്തിട്ടും കാര്യമില്ല. ഇപ്പോൾ ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, നമ്മളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അത് ഒഴിച്ച് ബാക്കി എല്ലാം ചെയ്യുന്നു. അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ബേസിക്കലി അതുകൊണ്ടാണ് ആർക്കും ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലാത്തതും, ആർക്കും ഒരു സമാധാനം ഇല്ലാത്തതും, ലോകത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നതും, രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നം, വീട്ടിലുള്ള പ്രശ്നം, എല്ലായിടത്തും. ബിക്കോസ് ഈ സെൽഫിഷ്നെസ് കൂടി സെൽഫ് സെൻറ്റേഡ് ആയിക്കൊണ്ടിരുന്നിട്ടാണ്. ആ ഭഗവത് ഭാവം കാണുന്നില്ല, നമ്മൾ ആരാണെന്ന് തിരിച്ചറിയുന്നില്ല, അതിലെ ഫെയിലിയറാണ്. സോ ഈ കൃഷ്ണ കോൺഷ്യസ്നസ്, കൃഷ്ണാവബോധം എന്ന് പറയുന്നത് ഭക്തിയുത സേവനങ്ങൾ ആക്ച്വലി നമ്മളെ പോസിറ്റീവ്ലി ഭഗവാന്റെ അടുത്തേക്ക് എത്തിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ബാക്കി എല്ലാം ചുറ്റുമുള്ളതിനെയൊക്കെ നോക്കിക്കാണുന്ന ഒരു നമ്മുടെ ചിന്താഗതിയും നമ്മുടെ വീക്ഷണവും ഒക്കെ മാറും. അങ്ങനെയാകുമ്പോൾ ഭക്തിയിൽ മുന്നോട്ട് പോകുന്നതിൻ്റെ കൂട്ടത്തിൽ സമാധാനവും ശാന്തിയും ഒക്കെ നമുക്കുണ്ടാവുന്നു. സോ ഇതാണ് ഈ ശ്ലോകങ്ങളിൽ നിന്ന് നമുക്ക് പഠിക്കാവുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ. ഓക്കെ, സോ താങ്ക് യു വെരി മച്ച്. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. हरे कृष्णा. श्रीमद् भागवतम की जय. जगतगुरु शिला प्रभुपाद की जय. श्री पतित पावन शिला गुरुदेव की जय. गौड़ीय गुरुवृंद की जय. समवेद गौर भक्त वृंद की जय. श्री रूप श्री सनातन भट्ट रघुनाथ, श्री जीव गोपाल भट्ट दास रघुनाथ की जय. श्री गुरु परंपरा की जय. निताय
Gaura Premanande. Hare Krishna. Thank you.